ഗ്രാവിറ്റേഷൻ. ഇതിനകത്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നീറ്റിന് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ട്. അതിനു മുമ്പ് AIPMTക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇതെന്താ, ഇത് സിമ്പിളാണ്, പക്ഷേ സാധാരണ ചോദിക്കുന്നതാണ്. അതായത് ഈ ആംഗുലർ മൊമെൻറ്റം ഉണ്ടല്ലോ, ആംഗുലർ മൊമെൻറ്റം പ്ലാനറ്ററി മോഷനിൽ കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറഞ്ഞു. ഈ ആംഗുലർ മൊമെൻറ്റത്തിന് രണ്ട് മീനിങ് ഉണ്ട്. ഫിസിക്കൽ മീനിങ് ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്താ? ദാറ്റ് ഈസ് ലീനിയർ മൊമെൻറ്റം ഇൻറ്റു ലിവർ ആം. എന്താ ആംഗുലർ മൊമെൻറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വിധത്തിൽ ആൻസർ ചെയ്യാം. ആംഗുലർ മൊമെൻറ്റം ഈക്വൽ ടു ലീനിയർ മൊമെൻറ്റം ഇൻറ്റു ലിവർ ആം. ഇറ്റ്സ് കോൾഡ് ഫിസിക്കൽ മീനിങ് ഓഫ് ആംഗുലർ മൊമെൻറ്റം. ഓക്കെ, രണ്ടാമത്തത് ആംഗുലർ മൊമെൻറ്റം ഈക്വൽ ടു 2m ഇൻറ്റു ഏരിയൽ വെലോസിറ്റി. ഇറ്റ്സ് കോൾഡ് ജോമെട്രിക്കൽ മീനിങ് ഓഫ് ആംഗുലർ മൊമെൻറ്റം. 2m ഇൻറ്റു ഏരിയൽ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ അതിൽ ഈ ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ 2m ഇൻറ്റു ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റൻ്റാണ്. അതിൽ 2m ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആവും. ഓക്കെ, ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ് പറഞ്ഞാൽ സ്വീപ്സ് ഔട്ട് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇൻറ്റർവൽസ് ഓഫ് ടൈം. ഓക്കെ, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്, ദ ഷെയ്ഡഡ് ഏരിയ SCD ഈസ് ട്വൈസ് ദ ഷെയ്ഡഡ് ഏരിയ SAB. ഓക്കെ, SAB ഈ ഏരിയയുടെ ഡബിൾ ആണ് ഇവിടുത്തെ ഏരിയ. അങ്ങനെയാണെങ്കിൽ എന്താ, ആ T2ൻ്റെ ഡബിൾ ആവണം T1. അപ്പോൾ T1 ഈക്വൽ ടു 2T2 വരും. ഓക്കെ, സിമ്പിൾ റൈറ്റ്. ഈക്വൽ ടൈമിൽ ഈക്വൽ ഏരിയ ഡിസ്ക്രൈബ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഏരിയയുടെ ഡബിൾ ഏരിയ ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഡബിൾ ടൈം വേണം, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത് എന്താ നോക്കാം. ദ പീരിയഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് എ പ്ലാനറ്റ് ക്യാപിറ്റൽ A അറൗണ്ട് ദ സൺ ഈസ് 8 times. 8 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് റിയലി ബ്യൂട്ടിഫുൾ. കാരണം ഇവിടെ എന്താണെന്നറിയോ, ഇവിടെ ക്യൂബിന് പ്രപ്പോർഷനലാണ്. അപ്പോൾ ഒരു പെർഫെക്റ്റ് ക്യൂബ് കിട്ടിക്കഴിഞ്ഞാൽ ക്യൂബ് റൂട്ട് എടുക്കാൻ എളുപ്പമാണ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് 8 ഹിയർ. ഓക്കെ, നൗ ദ ഡിസ്റ്റൻസ് ഓഫ് ക്യാപിറ്റൽ A ഫ്രം ദ സൺ ഈസ് ഹൗ മെനി ടൈംസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ക്യാപിറ്റൽ B ഫ്രം ദ സൺ. ഓക്കെ, അതിൽ നമുക്ക് എന്താ, T² പ്രപ്പോർഷണൽ ടു R³ എന്ന് പറയാം. സോ T1/T2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു R1/R2 ഹോൾ ക്യൂബ് എന്ന് പറയാം. അപ്പോൾ T1 ഈക്വൽ ടു 8T2 ആണ്. അപ്പോൾ T1/T2 8 ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ക്യൂബ്. അപ്പോൾ R1/R2 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, T1/T2 ഹോൾ റേസ് ടു. അതായത് ഈ 2 ഇവിടെ നമുക്ക് ഈ 3 ഉണ്ടല്ലോ, ആ 3 നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും, 1/3 ആവും. അങ്ങനെ. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ x² ഈക്വൽ ടു y നമ്മൾ എഴുതി വിചാരിക്കുക. അപ്പോൾ x നമ്മൾ എന്താ എഴുതുക, x ഈക്വൽ ടു √y എന്ന് എഴുതും. √y പറഞ്ഞാൽ എന്താ, y റേസ് ടു ഹാഫ് ആണ്. അതായത് ഇവിടെ ഉള്ള 2 അങ്ങോട്ട് പോകുമ്പോൾ പവർ, ഇവിടെ ഉള്ള 2 അങ്ങോട്ട് പോകുമ്പോഴെന്താവും, റേസ് ടു 1/2 ആവും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, റൈറ്റ്. അപ്പോൾ ഇവിടെ ഉള്ള 3 ഇങ്ങോട്ട് വരുമ്പോൾ എന്താ, റേസ് ടു 2/3 എന്നാവും. ഓക്കെ, ആ 3 ഇങ്ങോട്ട് വരുമ്പോൾ 1/3 ആവും. അവിടെ ഓൾറെഡി 2 ഉണ്ട്, 2/3 ആവും. ഇനി അതിന് നമുക്ക് T1/T2 റേസ് ടു 1/3 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അതിൽ T1/T2 എന്താ, 2 ക്യൂബാണ്, 8 ആണ്. ഓക്കെ, അപ്പോൾ 2 ക്യൂബ് റേസ് ടു 1/3 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 2 ഹോൾ സ്ക്വയർ പറഞ്ഞാൽ 4. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ 4 കിട്ടും. 4 എവിടെ, ദാ. നെക്സ്റ്റ്, the distance of Neptune and Saturn from Sun is nearly 10⁻13 and 10⁻12 meter respectively. Assuming that they move in circular orbits, their periodic times will be in the ratio T² proportional to R³ again. ഇത് സാധാരണ ചോദിക്കാറുള്ളതാണ്. മോസ്റ്റ് പ്രോബബ്ലി അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി ടൈംസ് എന്താണെന്നറിയോ, ഗ്രാവിറ്റേഷൻ ഇതാ ചോദിക്കാറ്. ഓക്കെ, അപ്പോൾ ഇവിടെ T പ്രപ്പോർഷണൽ ടു R റേസ് ടു 3/2 പറയാം. R1/R2 ഹോൾ റേസ് ടു 3 റേസ് ടു 1/2. അപ്പോൾ 10⁻13 ഓവർ 10⁻12 ദാറ്റ് ഈസ് 10 റേസ് ടു 3 പറഞ്ഞാൽ 1000. 1000ൻ്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10√10 വരും. ഓക്കെ, 10√10. ഓക്കെ, നെക്സ്റ്റ്, 2 spherical bodies of masses m and 5m and radii r and 2 are released in free space with initial separation between their centers equal to 12 r. If they attract each other due to gravitational force only, then the distance covered by the smaller body before collision. എന്നൊന്നും പറയുന്നത് ശരിയല്ല, when they collide. അതാണ് കുറച്ചുകൂടെ കറക്റ്റ് കേട്ടോ. പിന്നെ ആയിക്കോട്ടെ, അതിൽ ഇനീഷ്യൽ സെപ്പറേഷൻ എത്രയാണ്, 12 r ആണ് ബിറ്റ്വീൻ ദെയർ സെൻറ്റേഴ്സ്. ആൻഡ് വെൻ ദേ കം ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ, ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദെയർ സെൻറ്റേഴ്സ് വിൽ ബിക്കം 3r. അല്ലേ, തുടക്കത്തിൽ 12 r ഉണ്ട്, ഫൈനലി എന്താവും, 3r ആവും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താവും, 9r. 12r ഉള്ളത് 3r ആയി സെപ്പറേഷൻ, അപ്പോൾ 9r വരും. ഈ 9r എന്ന് പറയുന്നത് രണ്ട് ബോഡിയും കൂടെ ചേർന്ന് കവർ ചെയ്യുന്നതാണ്, ഒരു ബോഡി മാത്രമല്ലല്ലോ. ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ അത് ഇങ്ങോട്ടും വരും. ഓക്കെ, അപ്പോൾ ഇത് കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് S1 വിചാരിച്ചോ, അത് കവർ ചെയ്യുന്നത് ഇങ്ങോട്ട് S2 വിചാരിച്ചോ.
അപ്പോൾ സാധാരണ റിലേറ്റീവ് വെലോസിറ്റി പറഞ്ഞാൽ v1 മൈനസ് v2, റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റും അതുപോലെ തന്നെയാണ്, റിലേറ്റീവ് ആക്സലറേഷനും അതുപോലെ തന്നെയാണ്, a1 മൈനസ് a2 അങ്ങനെ കാണണ്ടേ. അപ്പോൾ ഇവിടെ s1 മൈനസ് s2 റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ്, പക്ഷേ s2 ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. അപ്പോൾ s1 മൈനസ് മൈനസ് s2 എന്നാ വരിക, അതായത് s1 പ്ലസ് s2. ഓക്കെ, s1 പ്ലസ് s2 ദാറ്റ് ഈസ് ദ റിലേറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അതെത്രയാ, അത് 9r ആണ്, 9r. ഓക്കെ, അതായത് വിത്ത് റെസ്പെക്ട് ടു സെൻറ്റർ ഓഫ് ദ സ്മോളർ സ്ഫിയർ, ദ സെൻറ്റർ ഓഫ് ദി ലാർജർ സ്ഫിയർ ഓർ ബിഗർ സ്ഫിയർ ഇനീഷ്യലി എത്രയാ 12r, ഫൈനലി എത്രയാ 3r. അപ്പോൾ ഡിഫറൻസ് എത്രയാ 12r മൈനസ് 3r പറഞ്ഞാൽ 9r, ഓർ s1 പ്ലസ് s2 ഈക്വൽ ടു 9r വരും. അതിൽ സി ഇവിടെ എന്താണെന്നറിയോ, ആസ് ദ ടു ബോഡീസ് മൂവ് ടുവേർഡ്സ് ഈച്ച് അതർ, ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ടു ബോഡീസ് ആർ ഓൺലി ഇൻറ്റേർണൽ, എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല. അത് കാരണം സെൻറ്റർ ഓഫ് മാസിന് ആക്സിലറേഷൻ ഉണ്ടാവില്ല. അപ്പം സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യില്ല. തുടക്കത്തിൽ എത്രയാണോ ദാറ്റ് വിൽ ബി ദ വെലോസിറ്റി ത്രൂ ഔട്ട്. ഇനീഷ്യലി ബോത്ത് ദ ബോഡീസ് ആർ അറ്റ് റെസ്റ്റ്. അപ്പോൾ വി ഹാവ് ദ ഫോർമുല ഫോർ ദി സെൻറ്റർ ഓഫ് മാസ്, എന്താ, വെലോസിറ്റി m1 v1 പ്ലസ് m2 v2 ബൈ m1 പ്ലസ് m2. അതാണ് സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റിയുടെ ഫോർമുല. അതിൽ ഇനീഷ്യലി ഫസ്റ്റ് ബോഡി വാസ് അറ്റ് റെസ്റ്റ്, സെക്കൻഡ് ബോഡി വാസ് ഓൾസോ അറ്റ് റെസ്റ്റ്, v1 0 v2 0. അപ്പോൾ v 0 ആണ്, വെലോസിറ്റി ഓഫ് ദി സെൻറ്റർ ഓഫ് മാസ് 0 ആണ് തുടക്കത്തിൽ. അപ്പോൾ ത്രൂ ഔട്ട് സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി 0 എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് ഇളകില്ല. ഫസ്റ്റ് ബോഡി വിൽ മൂവ്, സെക്കൻഡ് ബോഡി വിൽ മൂവ്, ബട്ട് ദ സെൻറ്റർ ഓഫ് മാസ് വിൽ റിമെയിൻ അറ്റ് റെസ്റ്റ്. സോ ഇറ്റ്സ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 0. ഓക്കെ, അപ്പോൾ s ഈക്വൾ ടു m1 s1 പ്ലസ് m2 s2 ബൈ m1 പ്ലസ് m2 വരും, ദാറ്റ് ഈസ് ഈക്വൾ ടു 0 വരും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, s1 ബൈ s2 ഈക്വൾ ടു minus m2 by m1. That negative sign is only to show that s1 and s2 are in opposite direction. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, 5m by m എന്ന് പറയാം, അതാണ് മാസസ്. അപ്പോൾ ഇൻ ദ റേഷ്യോ 5:1. ആകെ ഉള്ളത് 9 ആണ്, അതിന് 5 പ്ലസ് 1 r ഈക്വൽ പാർട്ട് ആക്കുക. സോ ദാറ്റ് ഈച്ച് പാർട്ട് വിൽ ബി 9r by 6. അതിൽ s1 ആണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ. s1 പറഞ്ഞാൽ 2 സ്ഫെറിക്ക് എന്താ ചോദിക്കുന്നത്, then the distance covered by the smaller. ഓക്കെ, അപ്പോൾ s1 ആണ് നമ്മളോട് ചോദിക്കുന്നത്. അതിൽ s1 ഈക്വൽ ടു 9r-നെ 5 പ്ലസ് 1 6 ഈക്വൽ പാർട്ട് ആക്കിയതിൽ 5 പാർട്ട്. ഓക്കെ, അപ്പോൾ 9r by 6 into 5. 9 by 6 എന്ന് പറഞ്ഞാൽ എത്ര വരും, 9 by 6 പറഞ്ഞാൽ 3/2 വരും. ഓക്കെ, 3/2 into 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര, 1.5 into 5 that is 7.5 r വരും. 7.5 r എന്ന് പറഞ്ഞാൽ we will get the beautiful answer 7.5 r. ഓക്കെ, now next question നോക്കാം. A body weighs 72 Newton on the surface of earth. What is the gravitational force on it at a height equal to half the radius of earth? എർത്തിൻ്റെ റേഡിയസിൽ 72 ആണ്. അപ്പോൾ ഹാഫ് ദ റേഡിയസ് ഓഫ് ഹൈറ്റിൽ എത്തുമ്പോൾ വെയിറ്റ് എന്താവുന്നത്, g വിത്ത് സഫിക്സ് h. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഹൈറ്റ് h എന്താ, g. ആ g പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസാണ്. ഓക്കെ, ഡിവൈഡഡ് ബൈ 1 പ്ലസ് h ബൈ r, ഒരു ഹോൾ സ്ക്വയർ ഉണ്ട് കേട്ടോ, 1 പ്ലസ് h ബൈ r ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്ത് വരും, സി 1 പ്ലസ് h ബൈ r ഹോൾ സ്ക്വയർ, ഇവിടെ എന്താ 72 ആണ്, ഈക്വൽ ടു ഹാഫ് ദ റേഡിയസ് ഓഫ് എർത്താ. ഓക്കെ, അപ്പോൾ ഈ h ഈക്വൽ ടു r/2, അപ്പോൾ h ബൈ r എന്താ 1/2. ഓക്കെ, 1 പ്ലസ് 1/2 പറഞ്ഞാൽ 3/2, സ്ക്വയർ എത്ര വരും 9/4, 4 മേലെ പോകും, അപ്പോൾ 4g/9 വരും. അപ്പോൾ g വിത്ത് സഫിക്സ് h ഈക്വൽ ടു 4g/9. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ബിക്കംസ് 4/9. So the weight also becomes 4/9. Okay, അപ്പോൾ w at a height h, that is equal to m into g with the suffix h. അപ്പോൾ m into 4g/9, അതായത് 4/9 into mg എത്രയാ 72. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 9ഉം 72 കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 8 വരും. 8 into 4 പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 32 ന്യൂട്ടൺ വരും. അതായത് ഫസ്റ്റ് ഓപ്ഷൻ വരും 32 ന്യൂട്ടൺ. See the height at which the weight of a body becomes 1/16th its weight on the surface of earth. ഓക്കെ, ഈ വെയിറ്റ് 1/16th ആയി കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 1/16th ആയി എന്നാ. ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി h ഹൈറ്റിലുള്ളതിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്, g പറഞ്ഞാൽ സർഫസിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിവൈഡഡ് ബൈ 1 പ്ലസ് h ബൈ r ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു g/16. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, 1 പ്ലസ് h ബൈ r ഹോൾ സ്ക്വയർ ഈക്വൽ ടു 16. അപ്പോൾ 1 പ്ലസ് h ബൈ r എത്രയാ 4 ആണെന്ന് അല്ലേ, നല്ല 16 കിട്ടുള്ളൂ. അപ്പോൾ h ബൈ r എത്രയാ, 1ഉം h ബൈ r കൂടെ ആഡ് ചെയ്താൽ 4 കിട്ടണമെങ്കിൽ h ബൈ r 3 ആവണം.
അപ്പോൾ h ഈക്വൽ ടു 3r ആവണം. h ഈക്വൽ ടു 3r പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദ ഡെൻസിറ്റി ഓഫ് ന്യൂലി ഡിസ്കവേർഡ് പ്ലാനറ്റ് ഈസ് ട്വൈസ് ദാറ്റ് ഓഫ് എർത്ത്. The acceleration due to gravity at the surface of the planet is equal to that at the surface of the earth. Then the radius of the earth is r. The radius of the planet would be r by 2. ഇവിടെ എന്താണെന്നറിയോ, നേരത്തെ എഴുതിയ അതേ ഫോർമുല തന്നെ. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 4 പൈ ക്യാപിറ്റൽ ജി റോ ആർ ബൈ 3. അതിൽ ഈ 4 പൈ ക്യാപിറ്റൽ ജി ബൈ 3 പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോകത്ത് എല്ലായിടത്തും എല്ലായ്പ്പോഴും സെയിം ആണ്. കാരണം അതിൽ എല്ലാം യൂണിവേഴ്സൽ കോൺസ്റ്റൻസാണ്. 4ഉം 3 എന്ന് പറയുന്ന നമ്പേഴ്സ് ഒക്കെ കോൺസ്റ്റൻസ് ആണ്. പൈ കോൺസ്റ്റന്റ് ആണ്. ക്യാപിറ്റൽ ജി പറഞ്ഞാൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. പിന്നെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി രണ്ട് പ്ലാനറ്റിൻ്റെ സർഫസിൽ ഈക്വൽ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജിയും സെയിം ആണ്. അപ്പോൾ റോ ആർ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയാം. അപ്പോൾ റോ ട്വൈസ് ആണെങ്കിൽ അപ്പോൾ റേഡിയസ് ഹാഫ് ആവും, ആർ ബൈ 2 വരും. ഓർ നമുക്ക് 1/2 ആർ പറയാം. അപ്പോൾ ഇതാണ് പരിപാടി. ഓക്കെ, നൗ ലെറ്റ് us see the next question. അതിൽ the acceleration due to gravity on the planet A is 9 times the acceleration due to gravity on planet B. Okay, a man jumps to a height of 2 meters on the surface of A. Okay, what is the height of jump by the same person on planet B? അതിൽ h equal to v square by 2g ആണ്. ഓക്കെ, അപ്പോൾ ആ രണ്ട് സർഫസിലും രണ്ട് പ്ലാനറ്റിൻ്റെ സർഫസിൽ സ്പീഡ് സെയിം ആണ്. അപ്പോൾ നമുക്കത് പറയാം v സ്ക്വയർ ബൈ 2 സെയിം ആണ്. അപ്പോൾ ജി എച്ച് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ജി എ എച്ച് എ ഈക്വൽ ടു ജി ബി എച്ച് ബി വരും. അതിൽ ജി എ പറഞ്ഞു കഴിഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് പ്ലാനറ്റ് എ ഈസ് 9 times ദ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് പ്ലാനറ്റ് ബി. അപ്പോൾ 9b × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ജി ബി × എച്ച് ബി. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എച്ച് ബി എന്താ വരിക, ഈ ഇത് നമുക്ക് കളയാം ഇവിടെ വേണമെങ്കിൽ. ഓക്കെ, ദിസ് ഈസ് ജി ബി, ദിസ് ഈസ് ജി ബി. അപ്പോൾ എത്രയാ, 18 മീറ്റർ വരും. 18 മീറ്റർ. ഓക്കെ, 18 മീറ്റർ. നെക്സ്റ്റ്, two bodies of masses m and 9m are placed at a distance capital R. The gravitational potential on the line joining the two bodies where the gravitational field equal to 0. See, we have to find the gravitational potential at the point where the resultant intensity of gravitational field is 0. Okay, suppose here is the resultant field intensity 0. So if we place a test mass, say small m, at this position, അപ്പോൾ അതിനകത്തുള്ള റിസൾട്ടൻ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 0 ആവും. അതായത് ഈ സ്മോൾ എമ്മിനെ m1 അങ്ങോട്ട് വലിക്കുന്നതും ഈ m2 ഇങ്ങോട്ട് വലിക്കുന്നതും ഈക്വൽ ആവും. അപ്പോഴാണല്ലോ റിസൾട്ടൻ ഫോഴ്സ് 0 ആവുക. ജി m1m ഡിവൈഡ് ബൈ r1 സ്ക്വയർ. ഇവിടെയാണെങ്കിലോ ജി m2m ഡിവൈഡ് ബൈ r2 സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് m ഉണ്ട്, ഇവിടെയും m ഉണ്ട്, കട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ജി ഉണ്ട്, അതേപോലെ ഇവിടെയും ജി ഉണ്ട്, അതും കട്ട് ചെയ്യാം. റൈറ്റ്, അപ്പോൾ നമുക്ക് എന്താ വരിക, m1 ബൈ r1 സ്ക്വയർ ഈക്വൽ ടു m2 ബൈ r2 സ്ക്വയർ വരും. അല്ലെങ്കിൽ r1 ബൈ r2 ഈക്വൽ ടു അണ്ടർ റൂട്ട് m1 ബൈ m2 വരും. അതിൽ m/9m അണ്ടർ റൂട്ട് പറഞ്ഞാൽ 1/3 വരും. ഈ r1ഉം r2 ചേർന്നിട്ടുള്ള ഇവിടെ നോക്കൂ, r1 പ്ലസ് r2 ക്യാപിറ്റൽ R ആണ്. രണ്ടൂടെ ചേർന്നിട്ട് ക്യാപിറ്റൽ R ആണ്. അതിൽ r1 ആൻഡ് r2 ആർ ഇൻ ദ റേഷ്യോ 1:3. അപ്പോൾ ആകെയുള്ള ക്യാപിറ്റൽ R-നെ 1 + 3 4 ഈക്വൽ പാർട്ട് ആക്കണം. So that each part will be r by 4. r by 4, r by 4, r by 4, r by 4 4 എണ്ണം. അതിൽ r1 എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടാണ്, അതായത് ഒരു r by 4. r2 പറഞ്ഞാൽ 3 പാർട്ടാണ്, അതായത് 3r by 4. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, v ഈക്വൽ ടു സ്കെയിലാർ ആയത് കാരണം രണ്ട് ബോഡി ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ആഡ് ചെയ്താൽ മതി. -gm ഡിവൈഡ് ബൈ r by 4 -g9m ഡിവൈഡ് ബൈ 3r by 4. ഓക്കെ, അതിൽ നമുക്ക് ഇവിടെ -gm ഡിവൈഡ് ബൈ r by 4 അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 മേലെ വരും. അപ്പോൾ -4gm/r കോമൺ ഫാക്ടർ ആണ്, അത് പുറത്തെടുക്കാം. ഫസ്റ്റ് ടേമിൽ 1 ബാക്കി ഉണ്ടാവും, സെക്കൻഡ് ടേമിൽ 9/3 പറഞ്ഞാൽ 3 ബാക്കി ഉണ്ടാവും. 1 + 3 പറഞ്ഞാൽ 4, 4 × 4 3 16. അപ്പോൾ -16gm/4 വരും. -16gm ഡിവൈഡഡ് ബൈ 4 പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, the work done to raise a mass m from the surface of the earth to a height h equal to the radius of earth. പല തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, സിമ്പിൾ ആണ്, സ്ട്രെയിറ്റ് ആണ്, പക്ഷേ എന്താ പറയുക, പല തവണ ചോദിച്ചിട്ടില്ല. മാത്രമല്ല അതൊരു ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ, അതുകൊണ്ട് ചോദിക്കേണ്ടതുമാണ് പലതവണ. ഓക്കെ, എർത്തിന്റെ റേഡിയസിന് ഈക്വൽ ആയിട്ടുള്ള ഹൈറ്റിലോട്ട് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ആണ്. വർക്ക് ഡൺ പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ ആദ്യ. വർക്ക് ഡൺ എത്രയാന്ന് ചോദിക്കാം,
അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ചോദിക്കാം. എം ജി എച്ച് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ ആണ്. എം ജി എച്ച് ഡിവൈഡഡ് ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ. എച്ച് ഈക്വൽ ടു ആർ ആണ്. ആർ ബൈ ആർ പറഞ്ഞാൽ 1 ആണ്. 1 പ്ലസ് 1 പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. സോ ഇറ്റ് വിൽ ബി എം ജി ആർ ബൈ 2. ഓക്കെ, ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ. റൈറ്റ്, എം ജി ആർ ബൈ 2 പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് എം ജി ആർ. ഹാഫ് എം ജി ആർ. Okay, next, this is also beautiful. Assuming that the gravitational potential energy of an object at infinity is 0, pinne the change in potential energy parna final minus initial. Okay, pinne of an object of mass m when taken to a height h from the surface of earth is given by. Okay, അതിൽ g capital M small m divided by 1 by r1 minus 1 by r2. r1 പറഞ്ഞ ഇനീഷ്യൽ പൊസിഷനിലേക്കുള്ള ദൂരം ഫ്രം ദ സെന്റർ ഓഫ് ദി എർത്ത്. R2 പറഞ്ഞ ഫൈനൽ പൊസിഷൻ. അപ്പോൾ 1 by r മൈനസ് 1 by r പ്ലസ് എച്ച് എന്നാണ്. അപ്പോൾ ജി എം എം എച്ച് ഡിവൈഡ് ബൈ ആർ ഇൻറ്റു ആർ പ്ലസ് എച്ച്. ജി എം എം എച്ച് ഡിവൈഡ് ബൈ ആർ ഇൻറ്റു ആർ പ്ലസ് എച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ. A body of mass m is taken from the earth's surface to a height equal to twice the radius of the earth. Okay, the change in potential energy will be. ഇതാണ് ഫോർമുല. Delta U equal to mgh divided by 1 plus h by r and h is equal to 2r എന്നാണ്. അപ്പോൾ h by r പറഞ്ഞാൽ 2 വരും. അപ്പോൾ 1 plus 2 പറഞ്ഞാൽ 3 വരും. അപ്പോൾ എം ജി എച്ചിന് പകരം 2r കൊടുക്കുക. അപ്പോൾ എം ജി ഇൻറ്റു 2r പറഞ്ഞാൽ 2 എം ജി ആർ ഡിവൈഡഡ് ബൈ 3 വരും. അപ്പോൾ 2 by 3 എം ജി ആർ വരും. ഓക്കെ, next, an infinite number of bodies each of mass 2 kg are situated on x-axis at distances 1 meter, 2 meter, 4 meter, 8 meter, etc. Okay, from the origin. The resulting gravitational potential due to this system at the origin will be, so this is the expression for the potential, minus gm by 1, minus gm by 2, minus gm by 4, minus gm by 8. അങ്ങനെ minus gm common factor നമ്മൾ പുറത്തെടുത്തു കഴിഞ്ഞാൽ 1 plus 1 by 2 plus 1 by 4 plus etc. See, that is an infinite geometric series. Okay, and that is with the common ratio 1 by 2. How do you get the common ratio? Any term divided by preceding term. Okay, appo adinte sum to infinite terms, ee sum to infinite terms of a infinite series s infinity, this is equal to a divided by 1 minus r na. അതിൽ എ പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്, ആർ എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം 1 ആണ്, കോമൺ റേഷ്യോ എന്താ 1/2 ആണ്. അപ്പോൾ 1 മൈനസ് 1/2 ഡിനോമിനേറ്ററിൽ വരും. അപ്പോൾ 1/2, 1 by 1/2 പറഞ്ഞാൽ 2. അപ്പോൾ മൈനസ് 2 ജി എം എന്ന് വരും. അതിൽ എം എന്ന് പറഞ്ഞാൽ 2 കിലോഗ്രാമാണ്. അപ്പോൾ മൈനസ് 4 ജി വരും. മൈനസ് 4 ജി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ സംഭവം. ഓക്കെ, അതിൽ അസ്യൂമിങ് ദ റേഡിയസ് ഓഫ് ദ എർത്ത് ഈസ് ക്യാപിറ്റൽ ആർ, the change in gravitational potential energy of a body of mass m when it is taken from the earth's surface to a height 3r above its surface is. അതിൽ ഇത് എന്താണെന്നറിയോ, ഒരു സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വളരെ സിമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ യു, that is the change in potential energy when a body is lifted to a height h above the surface of earth. And it is also equal to the work done in doing so. Okay, അപ്പോൾ വർക്ക് ഡൺ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ എം ജി എച്ച് ബൈ 1 പ്ലസ് എച്ച് ബൈ ആർ. മനസ്സിലാവുന്നുണ്ടല്ലോ? അതിൽ ഇവിടെ തന്നിരിക്കുന്നത് എന്താ, എച്ച് ഈക്വൽ ടു 3r. അപ്പോൾ മേലെ നമ്മൾ 3 എം ജി ആർ വരും, താഴെ 1 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 4 വരും. അപ്പോൾ 3 എം ജി ആർ ഡിവൈഡ് ബൈ 4. ഓക്കെ, അപ്പോൾ 3 എം ജി ആർ ഡിവൈഡ് ബൈ 4. ഈ സിമിലർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ എച്ചിന് പകരം 6 2r 3r എത്രയെങ്കിലും തന്നിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സാറ്റലൈറ്റ് ഹാവിംഗ് മാസ് എം ആൻഡ് റൊട്ടേറ്റിംഗ് അറ്റ് എ ഹൈറ്റ് ഓഫ് 6.4 into 10⁶ മീറ്റർ പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് എർത്ത്. ഓക്കെ, ഫ്രം എർത്ത് സർഫസ് ഈസ്. അപ്പോൾ അതിൽ നോക്കൂ, 6.4 into 10⁶ മീറ്റർ പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് എർത്ത്. അതിൽ ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ യു ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ പറയാം, എന്താ, മൈനസ് ജി, റൈറ്റ്? പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ നമുക്ക് മൈനസ് ക്യാപിറ്റൽ ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് എന്ന് പറയാം. ദിസ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ ഹൈറ്റ് എച്ച് എബവ് ദ എർത്ത് സർഫസ്. അതിലിവിടെ ഹൈറ്റ് ഈക്വൽ ടു റേഡിയസ് ഓഫ് എർത്ത്.
അപ്പോൾ നമുക്ക് എന്താ വരിക മൈനസ് ജി എം ഡിവൈഡ് ബൈ 2RE വരും. റേഡിയസ് ഓഫ് എർത്ത് ആണ് RE. ഓക്കെ, അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് അവർ തന്നതുകൊണ്ട് RE എന്ന് കൊടുക്കാം. റൈറ്റ്. അപ്പോൾ ഈ സ്മോൾ g പറഞ്ഞ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫസ് ഓഫ് എർത്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു GM/RE സ്ക്വയർ. അപ്പോൾ GM/RE എന്താ? GRE പറയാം. സ്മോൾ GRE. ഓക്കെ, അപ്പോൾ ഇവിടെ GM ഡിവൈഡഡ് ബൈ നോക്കൂ ദാ ഇത്രയും സാധനം GM ഡിവൈഡഡ് ബൈ RE. ഓക്കെ, അതിന് പകരം എന്താ സ്മോൾ g ഇൻറ്റു RE കൊടുക്കാം. അപ്പോൾ അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ സ്മോൾ GRE പിന്നെന്താ ഇൻറ്റു സ്മോൾ എം ഡിവൈഡ് ബൈ 2, അതായത് MGRE/2 എന്ന് വരും വിത്ത് എ നെഗറ്റീവ് സൈൻ. ഓക്കെ, അതിൽ 1/2 നിങ്ങൾക്ക് 0.5 എന്ന് എഴുതി കഴിഞ്ഞാൽ MGRE. അപ്പോൾ 0.5 MGRE പറഞ്ഞു കഴിഞ്ഞാൽ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് എന്താണ്. അതിൽ വിത്ത് വാട്ട് velocity should a particle be projected so that its height becomes equal to radius of earth? അതിൽ നമ്മൾ h ഹൈറ്റിലോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന ഇൻക്രീസ് ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ mgh ഡിവൈഡ് ബൈ 1+h/r ആണ്. ഓർ ലെറ്റ് us say g ക്യാപിറ്റൽ M സ്മോൾ m h ഡിവൈഡ് ബൈ r ഇൻറ്റു r+h. ഇത് ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ കൈനറ്റിക് എനർജി 0 ആവും. അപ്പോൾ ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി ഈക്വൽ ടു ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി എന്താ? ½ ഇനീഷ്യൽ മൈനസ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അതിലിവിടെ h ഈക്വൽ ടു r ആണ്. അപ്പോൾ നമുക്ക് എന്താ r+r പറഞ്ഞു കഴിഞ്ഞാൽ എന്താ 2r ഇൻറ്റു r എന്താ 2r² വരും. ഓക്കെ, അപ്പോൾ ദേ ഇങ്ങനെ കിട്ടി. ലെഫ്റ്റ് സൈഡിൽ ഒരു സ്മോൾ m ഉണ്ട്, റൈറ്റ് സൈഡിലും സ്മോൾ m ഉണ്ട്, അത് കളയാം. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ 2 ഉണ്ട്, റൈറ്റ് സൈഡിലും 2 ഉണ്ട്, അത് കളയാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം, മേലെ ഒരു r ഉണ്ട്, താഴെ r² ഉണ്ട്. അപ്പോൾ ഒരു r വരും, GM/r വരും. സോ v ഈക്വൽ ടു √GM/r, അതായത് v ഈക്വൽ ടു GM/r റേസ് ടു ഹാഫ് എന്ന് പറയാം. റൂട്ട് എന്ന് പറഞ്ഞാൽ റേസ് ടു ഹാഫ് ആണല്ലോ. The escape velocity from the Earth's surface is v. The escape velocity from the surface of another planet having a radius 4 times that of Earth and same mass density. Okay, in terms of density ആണ് പരിപാടി. അപ്പോൾ നമുക്ക് നോക്കാം v² escape velocity സ്ക്വയർ ആണ്, that is equal to 2gr. അപ്പോൾ അതിൽ 2r എഴുതി, പിന്നെന്താ ഈ ജിയുടെ എക്സ്പ്രഷൻ ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി 4π ക്യാപിറ്റൽ G r പിന്നെ ഡെൻസിറ്റി ഡിവൈഡ് ബൈ 3. അതാണ് ഇപ്പോൾ ആ ഡെൻസിറ്റിക്ക് പകരം റോ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിൽ വി ഹാവ് 2 പ്ലാനറ്റ്സ്. നമ്മൾ ഒരു പ്ലാനറ്റ് എന്ന് അടുത്ത പ്ലാനറ്റിലേക്ക് വരുമ്പോൾ ഡെൻസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ എക്സ്പ്രഷനിൽ വരുന്നത് എന്താണെന്നറിയോ? 2 ഉണ്ട്, 4 ഉണ്ട്, π ഉണ്ട്, G ഉണ്ട്, 3 ഉണ്ട്. എന്തൊക്കെ? 2, 4, π, G, 3. ഇതൊക്കെ യൂണിവേഴ്സൽ കോൺസ്റ്റൻസ് ആണ്. എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും ഓൾ ഓവർ ദ വേൾഡ് ഒരേ വാല്യൂ മാറ്റല്ല. ഓക്കെ, അപ്പോൾ അതൊരു പ്ലാനറ്റിൽ നിന്ന് അടുത്ത പ്ലാനറ്റിലേക്ക് വരുമ്പോൾ മാറുന്നില്ല. ബാക്കി പിന്നെ വരുന്നത് എന്താണ്? പിന്നെ വരുന്നത് എന്താ? ഡെൻസിറ്റിയും അതേപോലെ തന്നെ എന്താ റേഡിയസുമാണ്. ഡെൻസിറ്റി 2 പ്ലാനറ്റിനും സെയിമാണ്. സോ നമ്മൾ ഈ 2 പ്ലാനറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഡെൻസിറ്റിയും സെയിം ആണെങ്കിൽ ഈ 2 പ്ലാനറ്റിലും വ്യത്യാസം വരുന്ന റേഡിയസ് മാത്രമാണ്. അപ്പോൾ നമുക്കെന്ത് പറയാം? വെലോസിറ്റി സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു റേഡിയസ് സ്ക്വയർ. അപ്പോൾ വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു റേഡിയസ്. റേഡിയസ് എത്ര ടൈംസ് ആണെന്നാ പറഞ്ഞേ? 4 ടൈംസ്. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി 4 ടൈംസ്. അപ്പോൾ നമുക്ക് 4v എന്ന് പറയാം. ദേ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ. ഓക്കെ, എല്ലാം നേരെ നേരെ ഉള്ളതുപോലെ. റൈറ്റ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് പറയാം? സി എ പാർട്ടിക്കിൾ ഓഫ് മാസ് m ഈസ് പ്രൊജക്റ്റഡ് വിത്ത് വെലോസിറ്റി k ടൈംസ് ദ എസ്കേപ്പ് വെലോസിറ്റി. പോപ്പുലർ ക്വസ്റ്റ്യൻ, ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ. ഓക്കെ, സാധാരണ ചോദിക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് സി ഫ്രം ദ സർഫസ് ഓഫ് ദി എർത്ത് ദ മാക്സിമം ഹൈറ്റ് അബവ് ദിസ് സർഫസ് റീച്ച്ഡ് ബൈ ദിസ് പാർട്ടിക്കിൾ ഈസ്. അവിടെ നമ്മൾ വെൻ എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എസ്കേപ്പ് വെലോസിറ്റി ഇറ്റ് നെവർ റിട്ടേൺസ്. അപ്പോൾ അതിന് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നൊരു പരിപാടിയില്ല. ഓക്കെ, പക്ഷേ ഇവിടെ എന്താണോ ഇറ്റ് ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എ വെലോസിറ്റി ലെസ് ദാൻ ദ എസ്കേപ്പ് വെലോസിറ്റി, സോ ഇറ്റ് റീച്ചസ് മാക്സിമം ഹൈറ്റ് ആൻഡ് ദെൻ റിട്ടേൺസ്. അപ്പോൾ വാട്ട് ഈസ് ദ മാക്സിമം വെലോസിറ്റി മാക്സിമം ഹൈറ്റ് എന്നാണ് ചോദ്യം. അതിന് h ഈക്വൽ ടു k² r ഡിവൈഡ് ബൈ 1 - k² എന്നാ. k² r/1 - k². ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻ. ഓക്കെ, അതായത് പിന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ k² r/1 - k² പറഞ്ഞാൽ ഇതാ. അപ്പോൾ സപ്പോസ് ബോഡി ഈസ് പ്രൊജക്റ്റഡ് വിത്ത് ഹാഫ് ദ എസ്കേപ്പ് വെലോസിറ്റി. അപ്പോൾ കെക്ക് പകരം നിങ്ങൾ ഹാഫ് കൊടുത്തു കഴിഞ്ഞാൽ മേലെ k 1/4 താഴെ 3/4 വരും. അപ്പോൾ r/3 എന്ന് വരും. അപ്പോൾ when a body is projected with a half the escape velocity it goes to a height equal to r/3, 1/3 of the radius of earth. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാന്നർത്ഥം. ഇനി how do you get that expression k²/1 - k² times r? k² r/1 - k² എങ്ങനെ കിട്ടും എന്നാണ്.
സോ ദിസ് വി എസ്കേപ്പ് വെലോസിറ്റി പറഞ്ഞാൽ √2gr √2gr. അതിൽ ഹാഫ് എം പിന്നെന്താ k² × 2gr. ഓക്കെ, എന്താ ഇത് കൈനറ്റിക് എനർജി കേട്ടോ. ഹയസ്റ്റ് പോയിന്റിൽ എത്തുമ്പോൾ അത് 0 ആവും. ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഇത്. അപ്പോൾ ഡിക്രീസ് ഇൻ കൈനറ്റിക് എനർജി പറഞ്ഞാൽ ഇത് -0 എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്താ mgh/1 + h/r. ഓക്കെ, ആ എച്ച് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ നോക്കൂ mg ഉണ്ട്, റൈറ്റ് സൈഡിലും mg ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക എന്നറിയോ? അതെ, ഇങ്ങനെ വരും. പിന്നെ 1/k²r = 1/h + 1/r. ഇനി അതെങ്ങനെ കിട്ടി എന്ന് നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം എന്നുള്ളത്. ഇവിടെ നമുക്ക് എന്താ റൈറ്റ്, ഇവിടെ നോക്കൂ, ഇവിടെ നമുക്കൊരു 2 ഉണ്ട്. ഓക്കെ, ഇവിടെയും ഒരു 2 ഉണ്ട്, അത് കളയാം. മനസ്സിലായില്ലേ? ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു m ഉണ്ട്, റൈറ്റ് സൈഡിലും m ഉണ്ട്, അത് കളയാം. ഓക്കെ, ഇനി നമുക്ക് റെസിപ്രോക്കൽ എടുക്കാം രണ്ട് സൈഡിലും. ഇവിടെ എന്താണോ k²r, റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ എന്താ 1/k²r. ഓക്കെ, ഇവിടെ h/1 + h/r, റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ 1 + h/r (h). 1 + h/r (h). അപ്പൊ ഫസ്റ്റ് ടേം എന്താ വരും 1/h, അടുത്ത് എന്താ വരിക h/r/h എന്ന് പറഞ്ഞാൽ 1/r വരും. ഓക്കെ, ഇനി ഈ 1/r നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തോളൂ. എന്നിട്ട് നിങ്ങളൊന്ന് ഉത്സാഹിച്ചു കഴിഞ്ഞാൽ എന്താ ഇത് കിട്ടും. ഓക്കെ, h = k² / 1 - k² × r വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. a particle of mass capital M is situated at the center of a spherical shell of same mass and radius a. The gravitational potential at a point situated at a/2 distance from the center will be. അതിൽ പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ എന്താ ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് ഹാഫ് ദ റേഡിയസ് ഫ്രം ദ സെൻറ്റർ ഓഫ് ദ ഷെൽ. അപ്പോൾ ഇവിടെ ഇതാണ് പോയിന്റ് ഓഫ് ഒബ്സർവേഷൻ. അവിടുത്തെ പൊട്ടൻഷ്യൽ പറഞ്ഞാൽ എന്താ ഡ്യൂ ടു ദ ഷെൽ ഉണ്ടാവും. ഈ ഷെൽ അതിൻ്റെ സർഫസിൽ ഉണ്ടാക്കുന്ന അതേ പൊട്ടൻഷ്യലാണ് അതിൻ്റെ ഉള്ളിലത്തെ ഏത് പോയിന്റിലും ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ് ഓഫ് ഒബ്സർവേഷനിലെ പൊട്ടൻഷ്യൽ പറഞ്ഞാൽ ഈ സെൻറ്ററിലുള്ള മാസ് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. ഓക്കെ, പിന്നെ എന്താ, പിന്നെ ഷെല്ലും ഉണ്ടാക്കും. ഷെല്ല് അതിൻ്റെ ഇൻറ്റീരിയർ പോയിന്റിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ഈ സെയിം ആസ് ദാറ്റ് ഓൺ ഇറ്റ് സർഫസ് ആൻഡ് ഇറ്റ് ഈസ് -gm/a. ഇനി ഈ സെൻറ്ററിലെ പോയിന്റ് മാസ് അവിടെ ഉണ്ടാക്കുന്നത് -gm, പിന്നെ ആ ഡിസ്റ്റൻസ് എന്താ a/2. ആ 2 മേലെ വരും, -2gm/a വരും. -2gm/a -gm/a, ദാറ്റ് ഈസ് -3gm/a. ഓക്കെ, -3gm/a പറഞ്ഞു കഴിഞ്ഞാൽ സോ ദിസ് വിൽ ബി ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. The ratio of escape velocity from the surface of Earth to the escape velocity from the surface of a planet whose radius and mean density are twice those of Earth. അപ്പോൾ ഇത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ എക്സ്പ്രഷൻ ആണ് ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി ആൻഡ് റേഡിയസ്. അപ്പോൾ ഇവിടെ ഒരു ഇതെന്താണെന്ന് അറിയോ, അത് ഇത്രയും ഭാഗം യൂണിവേഴ്സൽ കോൺസ്റ്റന്റാണ്. അതിൽ അപ്പോൾ നമുക്കെന്ത് പറയാം, വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു √gr. ഇവിടെ നമുക്കുള്ളത് g ആ, നമുക്ക് വേണ്ടത് gr. അപ്പോൾ രണ്ട് സൈഡിലും r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ gr പ്രൊപ്പോർഷണൽ ടു ρr² വരും. അപ്പോൾ √gr പ്രൊപ്പോർഷണൽ ടു നമുക്ക് എന്താ വരിക, √gr പ്രൊപ്പോർഷണൽ ടു r√ρ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, √gr പ്രൊപ്പോർഷണൽ ടു പിന്നെന്താ r√ρ വരും. ഓക്കെ, അപ്പോൾ വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു √gr വിച്ച് ഇൻ ടേൺ പ്രൊപ്പോർഷണൽ ടു r√ρ. അപ്പോൾ വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു r√ρ. അപ്പോൾ വെലോസിറ്റി ഓൺ പ്ലാനറ്റ് ബൈ വെലോസിറ്റി ഫ്രം ദ സർഫസ് ഓഫ് എർത്ത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് പ്ലാനറ്റ് ഡിവൈഡ് ബൈ റേഡിയസ് ഓഫ് എർത്ത് ഇൻറ്റു റൂട്ട് ഓഫ് ഡെൻസിറ്റി ഓഫ് പ്ലാനറ്റ് ബൈ ഡെൻസിറ്റി ഓഫ് എർത്ത്. ഇവിടെ ഇത് 2 ആണ്, റൂട്ടിനകത്തും 2 ആണ്, 2√2. ദിസ് ഈസ് ദ റേഷ്യോ ഓഫ് എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദ പ്ലാനറ്റ് to the escape velocity from the surface of earth. നമുക്ക് കാണേണ്ടത് അതിൻ്റെ റെസിപ്രോക്കലാ, എസ്കേപ്പ് വെലോസിറ്റി ഫ്രം എർത്ത് ടു എസ്കേപ്പ് വെലോസിറ്റി ഫ്രം പ്ലാനറ്റ്. സോ ദാറ്റ് വിൽ ബി 1:2√2 വരും. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ. എ പാർട്ടിക്കിൾ ഓഫ് മാസ് m, റൈറ്റ്, ഈസ് കെപ്റ്റ് അറ്റ് റെസ്റ്റ് അറ്റ് എ ഹൈറ്റ് 3r ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് where r is the radius of earth and m is the mass of earth. Minimum speed with which it should be projected so that it does not return back is. അതിൽ മിനിമം സ്പീഡ് എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് സ്പീഡാണ്. ഈ എസ്കേപ്പ് സ്പീഡിൽ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എനർജി, അതായത് കൈനറ്റിക് പ്ലസ് പൊട്ടൻഷ്യൽ 0 ആവും. ഇഫ് ദ സ്പീഡ് ഈസ് ലെസ് ദാൻ ദ എസ്കേപ്പ് സ്പീഡ്, ടോട്ടൽ എനർജി വിൽ ബി നെഗറ്റീവ്. ഇഫ് ദ സ്പീഡ് ഈസ് മോർ ദാൻ ദ എസ്കേപ്പ് സ്പീഡ്, ടോട്ടൽ എനർജി വിൽ ബി പോസിറ്റീവ്. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, ഒരു
എന്താ യൂസ്ഫുൾ ഇൻഫർമേഷൻ ആണത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് എസ്കേപ്പ് ചെയ്താൽ മതി. അപ്പോൾ എസ്കേപ്പ് സ്പീഡിൽ എറിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ടോട്ടൽ എനർജി 0 മതി. അപ്പോൾ ദിസ് ഈസ് ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ ഇനീഷ്യൽ പൊസിഷൻ at a height h above the surface of earth. This is the kinetic energy. രണ്ടും കൂടെ ആഡ് ചെയ്താൽ 0 കിട്ടും. And h is given as 3r. അപ്പോൾ നമുക്ക് എന്താ വരിക, gmm ഡിവൈഡ് ബൈ 4r ഈക്വൽ ടു ഹാഫ് mv² വരും. അതിൽ ഈ എമ്മും ഉണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് v ഈക്വൽ ടു gm ഡിവൈഡ് ബൈ 2r റേസ് ടു ഹാഫ് എന്ന് വരും. അതായത് സ്ക്വയർ റൂട്ടാണ് അതിൻ്റെ അർത്ഥം. gm ഡിവൈഡ് ബൈ 2r റേസ് ടു ഹാഫ്. ഇതാണ് സംഭവം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇഫ് VE is escape velocity and VO is orbital velocity of a satellite for orbit close to the Earth's surface, then these are related by. അതിൽ ഓർബിറ്റൽ വെലോസിറ്റി ഇൻ ജനറൽ എന്താ, VO ഈക്വൽ ടു അണ്ടർ റൂട്ട് GM ഡിവൈഡ് ബൈ R പ്ലസ് H. H പറഞ്ഞ ഹൈറ്റ് ഓഫ് ദ സാറ്റലൈറ്റ് അബവ് ദ സർഫസ് ഓഫ് എർത്ത്. ഇവിടെ ഇറ്റ് ഈസ് റിവോൾവിംഗ് വെരി ക്ലോസ് ടു ദ സർഫസ് ഓഫ് എർത്ത് പറഞ്ഞാൽ എച്ച് ഈസ് വെരി സ്മോൾ കമ്പയർഡ് ടു ദ റേഡിയസ് ഓഫ് എർത്ത്. അപ്പോൾ എച്ച് ലെസ് ദാൻ ആർ പ്ലസ് എച്ച് നിയർലി ഈക്വൽ ടു ആർ പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഓർബിറ്റൽ വെലോസിറ്റി ഇൻ ദ മിനിമം ഓർബിറ്റ് എന്ന് അതിനെ പറയുക കേട്ടോ, ക്ലോസ് ടു ദ സർഫസ് ഓഫ് എർത്ത്. ആൻഡ് ദിസ് ഈസ് എസ്കേപ്പ് വെലോസിറ്റി. അപ്പോൾ ഇതിന് നമുക്ക് എന്താ പറയാം, ഇതിനകത്ത് ഈ ഫസ്റ്റ് സാധനം ഉണ്ടല്ലോ, ഇത് ഈ √2 മാത്രം നമ്മൾ ഇങ്ങോട്ട് എടുക്കുക. √2 ഞാനിവിടെ എഴുതി. ഓക്കെ, ബാക്കി എന്താ ഉള്ളത്, റൂട്ട് GM ബൈ R. അതിന് പകരം VO എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ VE ഈക്വൽ ടു √2 VO വരും. VE ഈക്വൽ ടു √2 VO പറഞ്ഞാൽ ദിസ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ്, എ പ്ലാനറ്റ് മൂവിങ് ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഈസ് ക്ലോസസ്റ്റ് ടു ദ സൺ അറ്റ് ഡിസ്റ്റൻസ് R1. ഓക്കെ, and farthest away at a distance R2. If V1 and V2 are the linear velocities at these points respectively, ഈ പ്ലാനറ്ററി മോഷനിൽ ആംഗുലർ മൊമെൻറ്റം വിൽ ബി കൺസേർവ്ഡ്. ആംഗുലർ മൊമെൻറ്റം പറഞ്ഞാൽ ലീനിയർ മൊമെൻറ്റം ഇൻറ്റു ലിവറാം. ലിവറാം എന്ന് പറഞ്ഞാൽ എന്താ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ നോക്കൂ, MV1 പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ലീനിയർ മൊമെൻറ്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് R2. ഓക്കെ, ഇവിടെ എന്താ, ഇവിടെ MV2 ലീനിയർ മൊമെൻറ്റം ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് R2. അപ്പോൾ അവിടെ നമുക്ക് എന്താ കിട്ടുക, V1 ബൈ V2 ആണ് റേഷ്യോ നമുക്ക് കണ്ടത്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു R2 ബൈ R1 പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. Okay, now let us see the next. A particle of mass m is thrown up from the surface of earth with velocity u. The mass and radius of the earth are capital M and R. G is gravitation constant and small g is acceleration due to gravity on the surface of the earth. Minimum value of u so that the particle does not എന്ന് പറഞ്ഞാൽ escape velocity എന്താണ്, അതാണ് ഇപ്പോൾ ചുരുക്കം. That is equal to √2 GM by R. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഒന്നും നോക്കണ്ട, മാർക്ക് ചെയ്യാം. Okay, next, see the radii of circular orbits of two satellites A and B of the Earth are 4 and R respectively. If the speed of satellite A is 3v, then the speed of the satellite B will be. Adil, this is the expression V equal to under root GM divided by small r, where small r is the orbital radius. ഓക്കെ, അപ്പോൾ ഈ ഓർബിറ്റൽ വെലോസിറ്റി വേരീസ് ഇൻവേഴ്സ്ലി വിത്ത് റൂട്ട് ഓഫ് ഓർബിറ്റൽ റേഡിയസ്. അപ്പോൾ VB ബൈ VA പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് RA ബൈ RB പറഞ്ഞു കഴിഞ്ഞാൽ 4R ബൈ R ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ VB ഈക്വൽ ടു 2VA വരും. അതിൽ VA എന്താ, 3V ആണ്. അപ്പോൾ VB എന്താവും, 2 ഇൻറ്റു 3V പറഞ്ഞാൽ 6V വരും. ഓക്കെ, 6V. സോ ദിസ് ഈസ് 6V. For a satellite moving in an orbit around the Earth, the ratio of kinetic energy to potential energy is. Okay, fine. അപ്പോൾ അതിൽ എന്താ, അവിടെ ന്യൂമറിക്കൽ റേഷ്യോ ആണ്. അപ്പോൾ ആ സൈൻ ഇല്ല. ആക്ച്വലി കൈനറ്റിക് എനർജി GMM ബൈ 2R അത് പോസിറ്റീവ് ആണ്. പൊട്ടൻഷ്യൽ എനർജി -GMM ബൈ R പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ്. പക്ഷേ നമുക്ക് അവിടെ സൈൻ വേണ്ട, റേഷ്യോ ഓഫ് കൈനറ്റിക് ടു പൊട്ടൻഷ്യൽ എന്നാണ്. ഓക്കെ, കൈനറ്റിക് എനർജി ഈസ് ഓൺലി ഹാഫ് ഓഫ് ദ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ കൈനറ്റിക് ബൈ പൊട്ടൻഷ്യൽ പറഞ്ഞു കഴിഞ്ഞാൽ 1/2 വരും. അതായത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റാണ്. റൈറ്റ്, നെക്സ്റ്റ് ലെറ്റ് us see what we have. The escape velocity on the surface of Earth is 11.2 from the surface of Earth is 11.2 km per second. What would be the escape velocity on the surface of another planet of the same mass but 1/4 times the radius of Earth? Okay, V equal to under root 2 GM by R. That is the formula for the escape velocity. അതിൽ R dash equal to R by 4 ആണ്. ഓക്കെ, R by R dash പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ 4 വരും.
ഇവിടെ നമുക്ക് എന്താ രണ്ട് പ്ലാനറ്റ് ഉണ്ട്, എർത്തും ഉണ്ട്, വി ഹാവ് അനദർ പ്ലാനറ്റ്. രണ്ടിന്റെ മാസ് സെയിം ആണ് അല്ലെ, സെയിം മാസ്. അപ്പോൾ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റും സെയിം ആണ് എല്ലാവർക്കും. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ റേഡിയസ്. അപ്പോൾ നമുക്കെന്ത് പറയാം, വി ഡാഷ് ബൈ വി. വി പറഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദ സർഫസ് ഓഫ് എർത്ത്, വി ഡാഷ് പറഞ്ഞാൽ എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദ സർഫസ് ഓഫ് ദി പ്ലാനറ്റ്. അപ്പോൾ ദാറ്റ് വിൽ ബി ആർ ബൈ ആർ ഡാഷ് അണ്ടർ റൂട്ട്. ആർ ബൈ ആർ ഡാഷ് എന്താ 4 ആണ്, അതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 2 വരും. അപ്പോൾ വി ഡാഷ് ഈക്വൽ ടു 2v വരും, ഓർ 2 × 11.2 ദാറ്റ് ഈസ് 22.4 km/s വരും. Next we have the escape velocity of a body on the surface of Earth is 11.2. If the Earth's mass increases to twice its present value and the radius of the Earth becomes half, the escape velocity would become. അതിൽ escape velocity യുടെ ഫോർമുല ഇതാണ്, √2gm/r. ഓക്കെ, പിന്നെന്താ മാസ് 2m ആണ്, റേഡിയസ് r/2 ആണ്. അപ്പോൾ ഇവിടെ എന്താ ഈ 2 മേലെ പോകുമ്പോഴെന്താ 2 × 2 4 വരും. ദാറ്റ് വി ക്യാൻ ടേക്ക് ഔട്ട് ഓഫ് ദ റൂട്ട്. അപ്പോഴെന്താ 2 വരും, √2gm/r means the escape velocity will become twice. Okay, അപ്പോൾ എത്ര വരും, 22.4 km/s വരും. Right, the escape velocity from the surface of Earth is v. The escape velocity from the surface of a planet whose mass and radius are 3 times those of Earth. Okay, ഇവിടെ നോക്കൂ, മാസിന് 3m കൊടുക്കണം, റേഡിയസിന് 3r കൊടുക്കണം. അപ്പം മേലെയും താഴെയും 3 വരും, അത് രണ്ടും ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഇതേ സാധനം തന്നെ കിട്ടും. അതായത് എസ്കേപ്പ് വെലോസിറ്റി വിൽ ബി സെയിം ആസ് ബിഫോർ. ഓക്കെ,